ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയാണ് എല്ലായിടത്തും, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണേ. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മഴയുള്ളൊരു ദിവസം, അത് സാധാരണ വീടുകളിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞായറാഴ്ചത്തെ, അതായത് ഇന്നലത്തെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വൈകിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഇഡലിക്ക് ദോശയ്ക്ക് എന്ത് വേണമെങ്കിലും റെഡിയാക്കാം അതിനായിട്ട്. അപ്പോൾ അതേ മാവ് രാവിലെ, അതായത് ഇന്നലെ രാവിലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചമ്മന്തിയാണ് അരയ്ക്കുന്നത് ദോശയ്ക്ക്. മിക്കവാറും സാമ്പാറാണ്, അതുകൊണ്ട് ഇന്ന് ചമ്മന്തി അരച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ അതേ സ്റ്റൗവിലിരിപ്പുണ്ട് തിളച്ച്. അപ്പോൾ ഇന്ന് ഞാൻ കട്ടിച്ചമ്മന്തിയായിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ, കടുക് വറക്കുന്നില്ല. അതായത് ഇങ്ങനെ ചാറോടുകൂടിയ ചമ്മന്തി അല്ല ഇന്ന് റെഡിയാക്കുന്നത്. ഇന്ന് പ്ലെയിൻ റോസ്റ്റായിട്ട് റെഡിയാക്കുവാണ്, അതായത് ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള ദോശ. അതുകൊണ്ട് ഇങ്ങനത്തെ ചമ്മന്തിയാണ് ഇന്നിവിടെ റെഡിയാക്കുന്നത്. പിന്നെ മക്കളൊക്കെ വീട്ടിലിരിക്കുന്ന വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ ഇവിടെ അനിയത്തിയുടെ മക്കളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുകയാണെങ്കിൽ അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാമല്ലോ, അതിനു വേണ്ടിയാണ്. മിക്കവാറും വീട്ടമ്മമാരെല്ലാം ഇങ്ങനെയായിരിക്കും അല്ലേ, കൂടുതലും നമ്മൾ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. അടുക്കളയിൽ നിന്ന് ജോലികൾ പെട്ടെന്ന് തീർക്കണമല്ലോ. ഇനിയിപ്പോൾ ഇതേ ചായയൊക്കെ അരിച്ചൊഴിച്ചു. അപ്പോൾ ഇനി ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ദോശ ഉണ്ടാക്കാം. മിക്കവാറും വീടുകളിലൊക്കെ അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും ചായ കുടിക്കുന്നത്. ഇവിടെ പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, രാവിലെ ആദ്യം ചായ അങ്ങ് കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങനെ ചായ ഒന്നും നിർബന്ധമൊന്നുമില്ല. വൈകുന്നേരം ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ആ കൂട്ടത്തിൽ ചായ വേണമെന്നില്ല, ചായ തന്നെ ആദ്യം അങ്ങ് കുടിക്കും. പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുമെന്നേ ഉള്ളൂ. അതായത് ഇതിൻ്റെ കൂടെ ചായ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതേ ചായയൊക്കെ അരിച്ചൊഴിച്ചു. പഞ്ചസാര ഇട്ട് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചായയും കാപ്പിയൊക്കെ നമ്മൾ റെഡിയാക്കുമ്പം ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും താഴെ വെക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കും. ഇനിയിപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മാവൊക്കെ അരയ്ക്കുമ്പോൾ 2 ദിവസത്തേക്ക് കൂട്ടിയേ അരയ്ക്കാറുള്ളൂ, ഇഡലിക്കായാലും ദോശയ്ക്കായാലും. ഇപ്പോൾ ഒരു ദിവസം ദോശ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം ഇഡലി ഉണ്ടാക്കാം. അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെന്നോർത്ത് യാതൊരു കുഴപ്പമില്ല. അപ്പത്തിനായാലും അരച്ച് വെക്കുന്നത് ഞാൻ 2 ദിവസത്തേക്കാണ്. വീട്ടമ്മമാർക്ക് വളരെ എളുപ്പമാണ് രാവിലെ ഇങ്ങനെയൊക്കെ അരച്ചൊക്കെ വെക്കുന്നത്. 2 ദിവസത്തേക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വീട്ടമ്മമാർക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടിയാണ്. ഇപ്പോഴത്തെ ദോശയൊക്കെ എല്ലാവരും കഴിച്ചു. ഈ ഒരു സമയത്ത് ഞാൻ അരിയും കൂടെ ഗ്യാസിലേക്ക് ഇട്ടിട്ടാണ് വന്നത് കേട്ടോ, കാരണം വിറകൊക്കെ നനഞ്ഞു കിടക്കുന്ന കാരണം അടുപ്പിൽ കത്തിക്കണില്ല. ഈ സമയത്ത് പുറത്ത് നല്ല മഴയാണ്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിലും മഴ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇനി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാവുന്നോർത്താണ്. പിന്നെ കുറച്ച് നങ്കുമീൻ, മാന്തൽ എന്നൊക്കെ പറയില്ലേ, അതും ഇരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചമീൻ ഒന്നും ഇരിപ്പില്ല, ഇനി ചേട്ടൻ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഉണക്കമീൻ മറക്കാം. ഉണക്കമീനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോരും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ഈ ഒരു സമയത്ത് മക്കൾ, അനിയത്തിയുടെ കുഞ്ഞും കൂടാണ്, അവളും മോനും എല്ലാം കൂടെ മുറി ഒന്ന് അടിച്ചു വരാൻ ഞാൻ പറഞ്ഞു. മഴയായ കാരണം പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഈ ഫോണൊക്കെ ഇങ്ങനെ നോക്കി ടൈം സ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെറിയ ജോലികൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിച്ചാൽ നമുക്കും അത്ര എളുപ്പമാണ്. ഒരുപാട് കട്ടിപ്പണിയൊന്നുമല്ല, കുഞ്ഞുങ്ങളെ കൊണ്ടാകുന്ന കുഞ്ഞു ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ചോറൊക്കെ വെന്തു, അതൊന്ന് വാർത്തിട്ടു. ഇനിയിപ്പോൾ ഒരു 4 നങ്കുമീൻ ഞാനെടുത്ത് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അത്രയൊക്കെ മതി, ഒത്തിരി ഉപ്പൊന്നും ഇല്ല ഇതിന്. പിന്നെ ഉണക്കമീനാകുമ്പോൾ ശകലം ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അതേ മഴയായ കാരണം ഇവിടെയൊക്കെ ഈ പുറത്ത് നമ്മൾ ഈ ചാർത്ത് പോലെ ഉള്ളിടത്തൊക്കെ നമ്മൾ അഴ കെട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ തലേദിവസം വിരിച്ചിട്ട് തുണിയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് ഇടുകയാണ്. മഴക്കാലമായാലും ഇതാണ് പ്രശ്നം എല്ലായിടത്തും, തുണി ഉണങ്ങാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മേളിലും മുറ്റത്തും ഒക്കെ നമ്മൾ അഴയുണ്ടെങ്കിലും ഇതുപോലെ കെട്ടിയിട്ടും കൂടി ഉണങ്ങുന്നില്ല. അപ്പോൾ അതേ തുണിയൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് വന്നിട്ട് ഇനി നമുക്ക് ആ നങ്കുമീൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട്, പിന്നെ ഉണക്കമീനായാലും ഉപ്പ് ചേർക്കണ്ടല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് വറുത്തെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് ഇതുപോലെ നിന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കിംഗ് തീർക്കാനായിട്ട് പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കും ഒന്നിച്ച് വെക്കുകയാണ്. അനിയത്തിയുടെ കൊച്ച്, അവൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. എല്ലാ വീട്ടിലും മക്കളൊക്കെ ഇതുപോലെ ആയിരിക്കില്ല, പ്രത്യേകിച്ച് മഴയും കൂടാണ്, പുറത്തിറങ്ങാനും വശമില്ല. ആ സെറ്റിയുടെ പില്ലോയൊക്കെയാണ് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടൊക്കെ ഈ നടക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് സമയം TV കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോറും കൊടുക്കാം അവർക്ക്. പിന്നെ നമ്മൾ ഈ ഉണക്കമീൻ മറക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് പച്ചമീനല്ല, ഉണക്കമീൻ മറക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ മൂടി വെച്ച് ഫ്രൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നല്ലൊരു ടിപ്പാണ്, ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഉണക്കമീൻ്റെ മണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അതിൻ്റെ മണം കുറച്ച് പേർക്കാണെങ്കിലും ഇഷ്ടമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തു. ഇതേ വേഗം തന്നെ ഇത് ഫ്രൈ ആയി കിട്ടി.
പിന്നെ വെണ്ടയ്ക്കായും സവോളയും പിന്നെ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അത് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് അവിടെ ഉപ്പും ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട വെണ്ടയ്ക്കായ്ക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് 2-3 പാത്രം ഉള്ളെങ്കിൽ നമ്മൾ അതും ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീരും. ഇനി നമ്മൾ ആ കറിവേപ്പില വെക്കുന്ന ആ ട്രേയും ആ ബോട്ടിലും ഒക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളമൊക്കെ മാറിയിട്ട് ഒന്ന് വെക്കുകയാണ് കേട്ടോ. മഴ തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യം വന്നാൽ ഇനി പുറത്തേക്ക് മഴയത്തൊന്നും എടുക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ അതേ മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വൈകിട്ടൊക്കെ ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ അതേ അതും ചെയ്തു വെച്ചു. ഈ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്കായും ഉണക്കമീനും മോരും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണ് അങ്ങനെ കഴിയാം. പിന്നെ അതേ നമ്മൾ ഇത്രയും കുക്ക് ചെയ്തല്ലേ, എണ്ണയൊക്കെ തെറിച്ച് ആകെപ്പാടെ സ്റ്റവ് ടോപ്പൊക്കെ ആകെ മോശമായി കിടക്കുക. ഇനിയിപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പം നമുക്ക് ചോറൊക്കെ കൊടുക്കാം. കാരണം ഇനിയിപ്പം വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് വന്നാൽ മതി കിച്ചണിലേക്ക്. രാവിലത്തെ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ അങ്ങ് ചെയ്ത് ജോലികൾ തീർത്ത്, അതായത് കൗണ്ടർ ടോപ്പും ഈ ഒരു സ്റ്റൗവും ഒക്കെ ക്ലീനാക്കി സിങ്കും ഒക്കെ ക്ലീനാക്കി തന്നെ അങ്ങ് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ എളുപ്പം. പിന്നീട് കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു സംതൃപ്തി കാണും. ഊണെല്ലാം കഴിഞ്ഞ് ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നു. പിന്നെ അതേ ഇനിയിപ്പം നമ്മൾ 4 മണിയായി ചായ വയ്ക്കാനായിട്ട് വന്ന്. അപ്പം നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലായ കാരണം ഇതുപോലെയൊക്കെ അളന്നൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഇതേ ചായ വെച്ചു. ചായയുടെ കൂടെ ഞാൻ ഇന്ന് മടക്കസാനില്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചായ ആദ്യം കുടിക്കട്ടെ, ഇത് ഉണ്ടാക്കി വരാൻ അല്പം താമസമുണ്ടല്ലോ. അപ്പോൾ ചായക്കകത്തേക്ക് കുറച്ച് ഇഞ്ചി അങ്ങ് ചതച്ചിടുകയാണ്. അപ്പോൾ തേയിലപ്പൊടി പൊട്ടിച്ചിടുമ്പോഴേ ചില സമയത്ത് ഞാൻ ഇഞ്ചി ഏലക്കായും കൂടെ ഒക്കെ റോസ്റ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഇന്നലെ പൊട്ടിച്ചിട്ടപ്പോൾ അതിന് നേരം കിട്ടിയില്ല. അത് കാരണമാണ് ഇന്നിപ്പം ഇഞ്ചി തന്നെ ഇങ്ങനെ ചതച്ചിടുന്നത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ ഈ മടക്കസാനം ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് അല്പം ലൂസാക്കി ഈ ഒരു രീതിക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മാവ് റെഡിയാക്കിയ സമയത്ത് ചായ തിളച്ചു. ഇനി ഒരു 3-4 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയിലേക്ക് ശർക്കരയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ഈ മടക്കസാൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ്. അപ്പോൾ മഴയാണെങ്കിലും ചൂടുവെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ കുളിക്കാനായിട്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചായ റെഡിയായിരിക്കും. അപ്പോൾ അതേ ചായയൊക്കെ അരിച്ചൊഴിച്ചു പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനിയിപ്പം വരുമ്പം അടുക്കളയിലേക്ക് വന്നെടുത്ത് കുടിച്ചോളും. അപ്പോൾ അതേ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ വന്നു, ചായ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് മടക്കസാൻ റെഡിയാക്കാം. ഇവർക്കൊക്കെ ഇങ്ങനെ ചായ അവരുടെ തിരുന്ന് കുടിക്കുന്ന അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. ഇങ്ങനെ ചായ കൊണ്ട് നടന്ന് ഇങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം. ചിലപ്പോൾ പുറത്തുകൂടെയൊക്കെ പോകും, മഴയൊന്നും ഇല്ലെങ്കിൽ പുറത്തൊക്കെ മുറ്റത്തോടൊക്കെ നടന്നായിരിക്കും ഇങ്ങനെ ചായ കുടിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ദോശക്കല്ല് വെച്ചു. ഇതിലേക്ക് നെയ്യ് തൂത്ത് കൊടുത്തു. ബാറ്റർ ഒരു തവി ഇത് ഒഴിച്ചു. ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഉള്ളിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ചു മറിച്ച് ഒന്ന് മുരിച്ചെടുത്താൽ മതി. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ ഒരു സ്നാക്സ്. ഇതുപോലെ നാട്ടിൻപുറത്തെ ജീവിത രീതികളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. മിക്കവാറും വീടുകളിൽ ഇതുപോലൊക്കെ ആയിരിക്കും വൈകുന്നേരങ്ങളും. പിന്നെ എണ്ണയിൽ റെഡിയാക്കുന്ന സ്നാക്സ് ഒന്നും ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതുപോലെയൊക്കെ ഉള്ളതായിരിക്കും കൂടുതൽ ഉണ്ടാക്കുന്നത്. രാവിലത്തെ ദോശമാവ് വെച്ചിട്ട് വൈകുന്നേരം കൂടെ ഉണ്ടാക്കിയാൽ പിന്നെ പിറ്റേ ദിവസം ഇഡ്ഡലി ആക്കുമ്പോഴത്തേക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് രാവിലത്തെ ദോശമാവ് കാര്യം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ദോശമാവ് വെച്ചിട്ട് ഇഡ്ഡലി നാളെ ഉണ്ടാക്കിയാൽ മടുക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം, നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുകയോ ചായയൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോട്ടിലുകളൊക്കെ തീർന്നിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കാനുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ നോക്കിയപ്പോൾ പൊടികളൊക്കെ ഉണ്ട്, പിന്നെ വെളിച്ചെണ്ണയും പൊടിയുപ്പുമാണ് തീർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണല്ലോ ഏറ്റവും അത്യാവശ്യം. അത് ഇല്ലാത്തപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് പാൻ വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ എടുക്കാനായിട്ട് പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക, കറിവേപ്പില എടുത്ത് വെക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ പകൽ മീൻ ഇല്ലായിരുന്നല്ലോ, പച്ചമീൻ. അപ്പോൾ അതേ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും അയലയാണ് കൊണ്ടുവന്നത്. 1 കിലോ അയലേ ഉള്ളൂ. ഇത് വെട്ടി റെഡിയാക്കി കൊണ്ടുവന്ന കാരണം ഇനിയിപ്പോൾ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് മീൻകറി അയലക്കറി അങ്ങ് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് എളുപ്പമാണല്ലോ ഉച്ചക്കത്തേക്ക്. പിന്നെ വല്ല തോരനോ എന്തെങ്കിലും കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണ്. മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് വെക്കുന്നത്. അത് എളുപ്പത്തിൽ മീൻകറിയും റെഡിയാക്കി. ഇനിയിപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീച്ചിര കുറച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു. അപ്പോൾ അത് 7 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് തിരി വയ്ക്കാം. തിരി വെച്ചിട്ട് മക്കൾക്ക് മടക്കസാനൊക്കെ കഴിക്കാൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ പോയി ഒന്ന് തിരി കത്തിക്കണം. മിക്കവാറും ദിവസം അവിടെ പോകാറുള്ളതാണ്. ഇനിയിപ്പോൾ ഇതേ മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഇവർ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോയാൽ മതി.
പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോറൂണൊക്കെ കണക്കായിരിക്കും, കാരണം ഇത് കഴിച്ചതല്ലേ. അപ്പം പിന്നെ നിർബന്ധിക്കാൻ പോകില്ല, വേണമെങ്കിൽ കഴിക്കട്ടെ. പിന്നെ ടൗണിലോട്ട് ജസ്റ്റ് ഒന്ന് പോകും. അപ്പോൾ തീർന്നിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുകയും ചെയ്യാമല്ലോ. പിന്നെ മോളാണ് വണ്ടി ഓടിക്കുന്നത്. മിക്കവാറും ദിവസം ഇതുപോലെ ചാപ്പൽ പോകുന്ന കാരണം ജസ്റ്റ് ടൗണിലോട്ടും കൂടിയൊക്കെ ഒന്ന് പോകുന്നത് ഒരു രസമാണ്. ചേട്ടനും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ രസമാണ്. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിത വിജയം. അപ്പോൾ അതേ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി, മക്കൾക്ക് ലേസും ഒക്കെ വാങ്ങി, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങിയാലും മതി, ഒന്നും വാങ്ങിയില്ലെങ്കിലും ഒരു സന്തോഷം. അപ്പോൾ പിന്നെ നമ്മൾ ഇതേ ചാപ്പലിലും കയറി തിരിയൊക്കെ കത്തിച്ചു. നല്ല മഴയായ കാരണം ഈ ഒരു സമയത്ത് ആളൊന്നുമില്ല അങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വന്നു ഇനിയിപ്പോൾ കുറേ സമയം കൂടെ അവർ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും, ടി വിയൊക്കെ കണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ട്. മടക്കസാൻ്റെ പാത്രവും പിന്നെ കറിയുടെയൊക്കെ കറിയൊക്കെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനിയിപ്പം നാളത്തേക്ക് സാമ്പാർ, ഇന്നിപ്പോൾ ദോശയ്ക്ക് ചമ്മന്തി ആയ കാരണം നാളെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാനായിട്ട് കുറച്ച് പരിപ്പും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ അത്ര എളുപ്പമാണല്ലോ എന്ന് കരുതി അതും കൂടെ ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയായിരിക്കും സാധാരണക്കാരുടെ വീടുകളിലെല്ലാം തന്നെ. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് എടുത്തപ്പോൾ ഇതുപോലെയൊക്കെ അങ്ങ് പറഞ്ഞു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സേഫായിട്ട്